ഹായ് ഓൾ, ഇന്ന് നമ്മൾ ആന്റി ഫംഗൽ ഏജൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ആന്റി ഫംഗൽ ഏജൻസ്? ഫംഗൽ ഇൻഫെക്ഷനെതിരെ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് അല്ലെ ആന്റി ഫംഗൽ ഏജൻസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. സോ ഇവിടെ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ നോക്കാനുണ്ട്. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് ബേസ്ഡ് ഓൺ കെമിക്കൽ സ്ട്രക്ചർ. ഓക്കെ, കെമിക്കൽ സ്ട്രക്ചറിന്റെ ബേസിലാണ്. രണ്ടാമത്തത് ഓൺ ദ ബേസ് ഓഫ് ദിയർ മെക്കാനിസം ഓഫ് ആക്ഷൻ. അവരുടെ ആക്ഷൻ എങ്ങനെയാണോ അതിന്റെ ബേസിലാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. Okay, so first one is based on chemical structures. അതിൽ വരുന്നത് ഫാറ്റി ആസിഡ് ആൻഡ് കാർബോസിലിക് ആസിഡ്. സോ അതിൽ ഏതൊക്കെ ഡ്രഗ്സ് ആ വരിക? സോഡിയം കാപ്രിലേറ്റ്, ട്രയാസിറ്റിൻ, അൺഡിസിലിനിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, സാലിസിലിക് ആസിഡ് ആൻഡ് പ്രൊപ്പിയോണിക് ആസിഡ്. ഓക്കെ, സോഡിയം കാപ്രിലേറ്റ്, ട്രയാസിറ്റിൻ, അൺഡിസിലിനിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, സാലിസിലിക് ആസിഡ് ആൻഡ് പ്രൊപ്പിയോണിക് ആസിഡ്. ഇതാണ് ഫാറ്റി ആസിഡ് ആൻഡ് കാർബോസിലിക് ആസിഡിൽ വരുന്നത്. ഇനി ഫീനോൾ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, ഇതിൽ ഏതൊക്കെയാ വരിക? റിസോസിനോൾ, ഹാലോപ്രോജിൻ, ക്ലയോക്വിനോൾ, സൈക്ലോപൈറോക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ന്യൂക്ലിയോസൈഡ് ആന്റിഫംഗൽ ഏജൻസ്. ന്യൂക്ലിയോസൈഡ് ആന്റിഫംഗൽ ഏജൻസിൽ വരുന്നതാണ് ഫ്ലൂസൈറ്റോസിൻ. The next one is antifungal antibiotics. ഏതൊക്കെയാ? അതിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ is പോളീൻസ്. പോളീൻസും രണ്ടാമത്തെ നമ്മൾ അതർ ആന്റിഫംഗൽ ആന്റിബയോട്ടിക്സ് എന്നാ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് പോളീൻസിൽ വരുന്ന ഏതൊക്കെയാണ്? ആംഫോട്ടറിസിൻ ബി, നിസ്റ്റാറ്റിൻ ആൻഡ് നെറ്റാമൈസിൻ. ആംഫോട്ടറിസിൻ ബി, നിസ്റ്റാറ്റിൻ ആൻഡ് നെറ്റാമൈസിൻ ആണ് പോളീൻസിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഏതാണ്? അതർ ആന്റിഫംഗൽ ആന്റിബയോട്ടിക്സ്. സോ അതിൽ വരുന്നത് ഗ്രിസിയോഫൾവിൻ. ഇനി നെക്സ്റ്റ് വൺ ഇസ് എലൈൽ അമീൻസ് ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ്. എലൈൽ അമീൻ ആൻഡ് റിലേറ്റഡ് കോമ്പൗണ്ട്സ് അതിൽ വരുന്ന ഏതൊക്കെയാ? നാഫ്റ്റിഫൈൻ, ടോൾ നാഫ്റ്റേറ്റ് ആൻഡ് ടെർബിനാഫിൻ. മൂന്ന് ഡ്രഗ്സ് നോക്കാനുള്ളത്. നാഫ്റ്റിഫൈൻ, ടോൾ നാഫ്റ്റേറ്റ് ആൻഡ് ടെർബിനാഫിൻ. നെക്സ്റ്റ് വൺ ഇസ് എസോൾ ആന്റിഫംഗൽ ഏജൻസ്. ഓക്കെ, എസോൾ ഗ്രൂപ്പുള്ള ആന്റിഫംഗൽ ഏജൻസ് ആണ്. എസോൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ട്രയസോൾ ആയിരിക്കാം അല്ലെങ്കിൽ ഇമിഡസോൾ ആയിരിക്കാം. ഓക്കെ, സോ ഈ ഡ്രഗ്സ് ഇതിൽ വരുന്ന എല്ലാ ഡ്രഗ്സിനും അവസാനം എസോളിന് അവസാനം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഏതൊക്കെയാണ്? ഇകൊണസോൾ, ഗ്ലൂട്ടാകൊണസോൾ, ഇകൊണസോൾ, കീറ്റോകൊണസോൾ, ഫ്ലൂകൊണസോൾ, സെൽകൊണസോൾ, ഓക്സികൊണസോൾ, ടയോകൊണസോൾ, ടെറകൊണസോൾ ആൻഡ് ഇട്രാകൊണസോൾ. അവസാനം എസോളിന് വരുന്ന ഡ്രഗ്സ് ആണ് നമുക്ക് എസോൾ ആന്റിഫംഗൽ ഏജൻസിൽ വരിക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ന്യൂവർ ആന്റിഫംഗൽ ഏജൻസ് ആണ് പറയുന്നത്. അതിൽ ഏതൊക്കെയാണ്? എക്കിനോകാൻഡിൻസ്, കാസ്പോഫംഗിൻസ്, അനിഡുല ഫംഗിൻസ് ആൻഡ് മിക്കാഫംഗിൻസ്. ഓക്കെ, സോ ഇത്രയും ഡ്രഗ്സ് ആണ് നമുക്ക് ബേസ്ഡ് ഓൺ കെമിക്കൽ സ്ട്രക്ചറിൽ നോക്കാനുള്ളത്. അതിൽ ഇവിടെ മുതലുള്ള കാര്യങ്ങൾ, ന്യൂക്ലിയോസൈഡ് ആന്റിഫംഗൽ ഏജൻസ് മുതലുള്ള ഇതുവരെയുള്ള ഡ്രഗ്സ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാം. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല. സോ ഇവിടെ മുതലുള്ള ഡ്രഗ്സ് നിങ്ങൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കുകയാണ്. ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, മെക്കാനിസം ഓഫ് ആക്ഷന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സോ അതിൽ എന്തൊക്കെയാ വരിക? ഫസ്റ്റ് വൺ ഇസ് ഇൻഹിബിഷൻ ഓഫ് സെൽ വാൾ സിന്തസിസ്. ഫംഗലിന്റെ സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാ? പോളിഓക്സിൻസ്, നിക്കോമൈസിൻ സെറ്റ്, എക്കിനോകാൻഡിൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇൻഹിബിഷൻ ഓഫ് എർഗോസ്റ്റിറോൾ ബയോസിന്തസിസ്. എർഗോസ്റ്റിറോൾ എന്താണ്? നമുക്കറിയാം ഫംഗൽ സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻസ് അല്ലെ, കൈറ്റിനോടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ കൈറ്റിനുള്ള ഒരു കോമ്പൗണ്ട് ആണ് എർഗോസ്റ്റിറോൾ. സോ ഈ എർഗോസ്റ്റിറോളിന്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാ? പോളീൻസ് ഉണ്ട്, എസോൾസ്, അമോർലിഫൈൻ, എലൈൽ അമീൻസ്, തയോകാർബമേറ്റ് ആൻഡ് ബുറ്റനാഫിൻ. നെക്സ്റ്റ് വൺ ഇസ് ഇൻഹിബിഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിൽ ഒരു ഡ്രഗ് നോക്കാനുള്ളൂ. ദാറ്റ് ഇസ് സോർഡറിൻസ്. സോർഡറിൻസ് ആണ് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ ഇസ് ഇൻഹിബിഷൻ ഓഫ് RNA ആൻഡ് DNA സിന്തസിസ്. സോ ഇതൊക്കെയാണ് ഗ്രിസിയോഫൾവിൻ ആൻഡ് ഫ്ലൂസൈറ്റോസിൻ. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് മെഡിസിനൽ കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ തന്നെ ന്യൂക്ലിയോസൈഡ് ആന്റിഫംഗൽ ഏജൻസ് ഈ ഒരു ഡ്രഗ്സ് മുതൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഡ്രഗ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എസോൾ ആന്റിഫംഗൽ ഏജൻസ്. അപ്പൊ അതിൽ ഒരു എസോൾ റിംഗ് ഉണ്ടായിരിക്കും അല്ലെ. രണ്ട് എസോൾസ് ആണ് മെയിൻലി വരിക. ഏതൊക്കെയാണ്? ഇമിഡസോളും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ട്രയസോളും ഉണ്ടായിരിക്കും. ഇമിഡസോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ് വിത്ത് നൈട്രജൻ അറ്റ് 1 and 3rd പൊസിഷൻ. ഓക്കെ, ഇതാണ് ഇമിഡസോൾ. ഇനി ട്രയസോൾ എന്താണ്? ഇറ്റ് ഇസ് എ 5 മെമ്പേർഡ് റിംഗ് ആണ്. 5 മെമ്പേർഡ് റിംഗ് വിത്ത് നൈട്രജൻ അറ്റ് 1, 3, 4 പൊസിഷൻ. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലാണ് നമുക്ക് എസോൾസ് വരിക. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഇമിഡസോൾ ആയിരിക്കും അല്ലെങ്കിൽ ട്രയസോൾ ആയിരിക്കും. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയാണ് എസോൾസിൽ വരിക എന്ന് പറഞ്ഞു.
ഇവിടെ ഞാൻ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടാണ് എഴുതിയത്. അതായത് ഇമിഡസോളിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്, ട്രയസോളിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാന്നുള്ളത്. ഇമിഡസോൾ കണ്ടെയ്നിങ്ങിൽ ഏതൊക്കെയാ വരിക? ക്ലോട്രിമസോൾ, ഓക്സികോണസോൾ, കീറ്റോകോണസോൾ, മൈക്കോണസോൾ, സെൽകോണസോൾ, തിയോകോണസോൾ ആൻഡ് ഐസോകോണസോൾ. ഓക്കെ, സോ ഇത്രയും ഡ്രഗ്സ് ആണ് ഇമിഡസോൾ കണ്ടെയ്നിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ട്രയസോൾ. ട്രയസോൾ കണ്ടെയ്നിങ്ങിൽ ഏതൊക്കെയാണ്? ഫ്ലൂകോണസോൾ, വോറിക്കോണസോൾ, ടെറക്കോണസോൾ, ഇട്രാകോണസോൾ ആൻഡ് പോസാകോണസോൾ. ഓക്കെ, സോ ഇത്രയും ഡ്രഗ്സ് ആണ് ട്രയസോൾ കണ്ടെയ്നിങ് വരിക. ഓക്കെ, സോ ഇമിഡസോളിൽ ഏത് റിംഗ് ആണ് വരിക? ഇമിഡസോൾ റിംഗ്. ട്രയസോളിലാണെങ്കിൽ ട്രയസോൾ റിംഗ്. ഓക്കെ, സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചറിൽ ഏത് റിംഗ് ആണ് വരിക എന്നും കൂടെ മനസ്സിലാവും. ഇനി നമുക്ക് ഓരോ ഡ്രഗ് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ക്ലോട്രിമസോൾ. ഓക്കെ, ക്ലോട്രിമസോൾ. സോ ഈ പേരിന് നമുക്ക് സ്ട്രക്ചറിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്തൊക്കെയാ? ഇവിടെ ക്ലോട്രിമസോൾ എന്നല്ലേ പറഞ്ഞത്? ഫസ്റ്റ് ലെറ്റർ ഏതാണ്? Cl. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ക്ലോറിൻ ഉണ്ട് എന്ന് മനസ്സിലായി. Cl നമുക്ക് മനസ്സിലായി ക്ലോറിൻ ഉണ്ട് അത്. ഓക്കെ, പിന്നെ ഇവിടെ ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ട്രൈ 3 വരുന്നുണ്ട്. എന്തോ ഒരു സംഭവം 3 വരുന്നുണ്ട്. ഇനി എം, ഈ എം എന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഹെസോൾ ആണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പേരിന്ന് കിട്ടും. ക്ലോട്രിമസോൾ എന്നുള്ള പേര് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെയാണ്? ആദ്യം ഒരു ക്ലോറിൻ വേണം. Cl ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്ലോറിൻ വേണം. ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രൈ എന്ന് പറഞ്ഞാൽ ട്രൈ ഫിനൈൽ, 3 ഫിനൈൽ വേണം. പിന്നെ ഒരു മീഥൈലും വേണം, എസോളും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രക്ചറിൽ വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ വെച്ചിട്ട് സ്ട്രക്ചർ എങ്ങനെയാ വരിക നോക്കാം അല്ലെ? ഓക്കെ, സോ എസോൾ ആണ് പറഞ്ഞത്. സോ എസോൾ, ഇവിടെ ഏത് എസോളാ വരിക? ഇത് ഏതിന്റെ അണ്ടറിൽ വരുന്ന ഡ്രഗ് ആണ്? ഇമിഡസോൾ അല്ലെ? ഇമിഡസോൾ വരുന്ന ഡ്രഗ് ആണ് ക്ലോട്രിമസോൾ. സോ നമുക്ക് വരുന്ന എസോൾ ഇതാണ്, ഇമിഡസോൾ. ഇമിഡസോൾ എന്ന് പറഞ്ഞാൽ ഒരു 5 member റിംഗ് വിത്ത് നൈട്രജൻ അറ്റ് 1 and 3rd പൊസിഷൻ. ഓക്കെ, അതല്ലേ ഇമിഡസോൾ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എസോൾ വരയ്ക്കുക. എസോൾ ഏതാണ്? ഇമിഡസോൾ. ഇമിഡസോൾ വരച്ചു. ഇനി ഇമിഡസോളിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ബെൻസൈൽ ഗ്രൂപ്പ് വരയ്ക്കുക. ബെൻസൈലസ് എ ബെൻസീൻ റിംഗ് വിത്ത് മീഥൈൽ ഗ്രൂപ്പ്. ബെൻസീൻ റിംഗിനോട് ഒരു മീഥൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ബെൻസൈൽ എന്ന് പറയാം. ഓക്കെ, സോ ഈ ബെൻസൈൽ ആണ് ഇവിടെ വരച്ചത് അല്ലെ? ഒരു ബെൻസൈൽ, ബെൻസീൻ ഉണ്ട്, അതിനോട് കണക്ട് ചെയ്തിട്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ദിസ് ഇസ് ബെൻസൈൽ. ഓക്കെ, ഇനി ഈ മീഥൈലോട് കണക്ട് ചെയ്തിട്ട് 2 ഫിനൈൽ വന്നിട്ടുണ്ട്. മീഥൈലോട് കണക്ട് ചെയ്തിട്ട് 2 ഫിനൈൽ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ബെൻസൈലില് സെക്കൻഡ് പൊസിഷൻ ക്ലോറിനായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ എന്തുണ്ട്? ക്ലോറിൻ ഉണ്ട്. സോ ഇതാണ് ക്ലോട്രിമസോളിന്റെ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് തന്നെ എസോള് വരയ്ക്കാന്ന് പറഞ്ഞു അല്ലെ? ആദ്യം ഒരു എസോള് വരച്ചു, അതിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ബെൻസൈൽ വേണം. ഓക്കെ, ബെൻസീൻ വിത്ത് മീഥൈൽ, അതാണ് ബെൻസൈൽ. ഈ ബെൻസൈലിന്റെ സെക്കൻഡ് പൊസിഷനിൽ എന്തുണ്ട്? ഒരു ക്ലോറിൻ ഉണ്ട്. ഇനി ഈ മീഥൈൽ 2 ഒരു ഫിനൈൽ ഗ്രൂപ്പ് കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ഇതാണ് ക്ലോട്രിമസോളിന്റെ സ്ട്രക്ചർ. അപ്പൊ നമുക്കിതാ ഈ പേരിന്ന് മനസ്സിലായി എന്തൊക്കെ വേണം. ആദ്യം ക്ലോറിൻ വേണം എന്ന് പറഞ്ഞു അല്ലെ? ഒരു ക്ലോറിൻ ഉണ്ട്. ട്രൈ ഫിനൈൽ, 3 ഫിനൈൽ അല്ലേ വരച്ചത്? 1, 2, 3 അങ്ങനെ 3 ഫിനൈൽ വരച്ചു. മീഥൈൽ വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇല്ലേ? ആൻഡ് ലാസ്റ്റ് എസോൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ഇതാണ് എസോൾ റിംഗ്. അപ്പൊ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായിക്കൂടെ അല്ലെ? കാരണം ക്ലോറിൻ ഉണ്ടോ നോക്കാം, ഒരു ട്രൈ ഫിനൈൽ റിംഗ് ഉണ്ടോ നോക്കാം, മീഥൈൽ ഉണ്ടോ നോക്കാം, എസോൾ ഉണ്ടോ നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലായി? ദിസ് ഇസ് ക്ലോട്രിമസോൾ എന്ന് മനസ്സിലായി. അപ്പൊ ഇതാണ് ക്ലോട്രിമസോൾ. ഇനി നമുക്ക് ഇതിന്റെ IUPAC നെയിം എങ്ങനെയാ വരിക നോക്കാം. നമ്മൾ പാരന്റ് ആയിട്ട് എടുക്കുന്നത് എന്താണ്? ഇമിഡസോൾ ആണ് നമ്മൾ പാരന്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇമിഡസോൾ. ഇമിഡസോളിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്കാണ് ബാക്കി കണക്ഷൻസ് വരുന്നത് അല്ലെ? ഇമിഡസോളിന്റെ ഫസ്റ്റ് നൈട്രജനിലേക്ക്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ 1 എന്ന് എഴുതി. 1. ഓക്കെ, 1 എന്ന് എഴുതി. ഇനി എന്തൊക്കെയാണ് ഇവിടെ കണക്ഷൻ വരുന്നത്? ഒരു ബെൻസൈൽ ഉണ്ട് അല്ലെ? ബെൻസൈലിന്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് ക്ലോറിൻ. സോ 2 ക്ലോറോ. ഇനി ഈ കാർബണിലേക്ക് 2 ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കാർബണിലേക്ക് 2 ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ കാർബൺ നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയാം. ഓക്കെ, ഇതെന്താണ്? ആൽഫ കാർബൺ. അപ്പോ ആൽഫ കാർബണിലേക്ക് 2 ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ആൽഫ ആൽഫ ഡൈഫിനൈൽ. 2 ഫിനൈൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഡൈഫിനൈൽ എഴുതി. ഓക്കെ, ഡൈഫിനൈൽ ബെൻസൈൽ, ബെൻസൈൽ ഇമിഡസോൾ. ഓക്കെ, സോ ഇതാണ് IUPAC നെയിം. ഒന്നും കൂടെ പറയാം. സോ ഫസ്റ്റ് നമ്മൾ ഇമിഡസോൾ വരച്ചു. ഇമിഡസോളിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്കാണ് ബാക്കി എല്ലാ അറ്റാച്ച്മെന്റ് വരുന്നത്. സോ നമ്മൾ ഇവിടെ ആദ്യം 1 എഴുതി. ഇനി
വൺ ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി എന്താ അറ്റാച്ച്മെന്റ് വരിക? ബെൻസൈൽ അല്ലേ? ബെൻസൈലിന്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് ഒരു ക്ലോറിൻ വന്നിട്ടുണ്ട്. സോ 2 ക്ലോറോ എന്ന് എഴുതി. ബെൻസൈൽ എന്ന് പറഞ്ഞാല് ബെൻസിൻ വിത്ത് മീഥൈൽ അല്ലേ? അപ്പൊ ഇത് മൊത്തം നമ്മൾ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, ഇത് മൊത്തം ഒരു സ്ട്രക്ചർ ആണ്. സോ ഇതിന്റെ ആൽഫ കാർബണിലേക്ക് എന്തുണ്ട്? 2 ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ആൽഫ ഡൈഫിനൈൽ, പിന്നെ ഈ ബെൻസൈലിന് എഴുതി, അവസാനം ഇമിഡസോളിന് എഴുതി. ഇതാണ് IUPAC നെയിം. ഓക്കെ, സോ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെയിൻലി യൂസ് ഫോർ ടീനിയ ഇൻഫെക്ഷനാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക. ടീനിയ പെഡൽസ്, ടീനിയ ക്രൂറിസ്, ടീനിയ ക്യാപിറ്റസ്, ടീനിയ വെസിക്കുലർ, ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ്, അതേപോലെ വെജൈനൽ കാൻഡിഡിയാസിന്റെ കേസിൽ നമ്മൾ ഈ ഒരു ഡ്രഗ് ആണ് മെയിൻലി കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ക്ലോട്രിമസോൾ. എസോളിൽ വരുന്ന എല്ലാ ഡ്രഗ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കും. സോ നമുക്ക് ഇത് എല്ലാ ഡ്രഗ്സും ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ഡ്രഗ് ഇസ് ഇക്കോണസോൾ. ഇവിടെ പേരിൽ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ഈഥൈൽ വേണം. ഇ സ്റ്റാൻഡ്സ് ഫോർ ഈഥൈൽ. ഒരു ഈഥൈൽ വേണം, എസോളും വേണം. ഓക്കെ, എസോൾ ഇതാണ്, ഇമിഡസോൾ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഇമിഡസോൾ വരച്ചു. ഇമിഡസോളിനോട് കണക്ട് ചെയ്തിട്ട് എന്ത് വേണമെന്നാ പറഞ്ഞത്? ഈഥൈൽ അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഈഥൈൽ വരച്ചു. CH2CH ഈഥൈൽ വരച്ചു. ഇനി ഈ ഈഥൈലോട് കണക്ട് ചെയ്തിട്ട് ഒരു മെത്തോക്സി ഗ്രൂപ്പ് വേണം. മെത്തോക്സി, OCH2. ഓക്കെ, ഒരു ഓക്സിജൻ ഒരു മീഥൈൽ, അതല്ലേ മെത്തോക്സി. അപ്പൊ മെത്തോക്സി ഗ്രൂപ്പ് വേണം. ഇനി ഈ മെത്തോക്സിനോട് കണക്ട് ചെയ്തിട്ട് ഒരു 4 ക്ലോറോഫിനൈൽ. ഓക്കെ, ഒരു ബെൻസീന്, അതിന്റെ 4ാമത്തെ പൊസിഷനിലേക്ക് ക്ലോറിൻ വേണം. സോ എന്താണ്? 4 ക്ലോറോഫിനൈൽ. ഇനി ഈ ഈഥൈലിന്റെ സെക്കൻഡ് കാർബണിലേക്ക് ഒരു ഫിനൈലും കൂടെ വേണം. അതിൽ 2,4 ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. ഓക്കെ, സോ ഇതാണ് ഈ കൊണസോളിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ഫസ്റ്റ് തന്നെ ഒരു ഇമിഡസോൾ വരയ്ക്കുക. ഇമിഡസോളിന്റെ ഫസ്റ്റ് നൈട്രജനിലേക്ക് എന്ത് വേണം? ഇ എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് എന്ത് വേണം? ഈഥൈൽ വേണം. ഓക്കെ, സോ ഈഥൈൽ വരച്ചു. ഇനി ഈഥൈലിന്റെ സെക്കൻഡ് കാർബണിലേക്കാണ് നമുക്ക് ബാക്കി അറ്റാച്ച്മെന്റ് വരിക അല്ലെ? ഇതാണ് 1ാമത്തെ കാർബൺ, ഇത് 2ാമത്തെ കാർബൺ. അപ്പൊ 2ാമത്തെ കാർബണിലേക്ക് ഇനി ബാക്കി അറ്റാച്ച്മെന്റ് വരണം. എന്തൊക്കെയാ വരിക? ഒരു മെത്തോക്സി ഗ്രൂപ്പ് വേണം. ഒരു മെത്തോക്സി, ഒരു ക്ലോറോഫിനൈൽ, 4 ക്ലോറോഫിനൈൽ. എന്താണ്? ഒരു മെത്തോക്സി വരയ്ക്കുക. ആ മെത്തോക്സിനോട് ഒരു 4 ക്ലോറോഫിനൈൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈഥൈലിന്റെ സെക്കൻഡ് കാർബണിലേക്ക് ഒരു അറ്റാച്ച്മെന്റും കൂടെ വേണം. ഏതാ? 2,4 ഡൈക്ലോറോഫിനൈൽ. ഓക്കെ, സോ ഇതാണ് ഈ കൊണസോളിന്റെ സ്ട്രക്ചർ. അപ്പൊ നമുക്ക് IUPAC നെയിം എങ്ങനെയാ വരിക നോക്കാം അല്ലെ? എങ്ങനെയാ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമിഡസോൾ നമ്മൾ പാരന്റ് ആക്കി എടുത്തു. ഇമിഡസോളിന്റെ ഫസ്റ്റ് നൈട്രജനിലേക്കാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 1 എന്ന് എഴുതി. ഇനി ഇവിടെ എന്താ ഉള്ളത്? ഈഥൈൽ ഉണ്ട് അല്ലെ? ഈഥൈലിന്റെ സെക്കൻഡ് കാർബണിലേക്കല്ലേ അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ 2 എന്ന് എഴുതി. അതുകൊണ്ട് ഇവിടെ 2 എന്ന് എഴുതി. ഇനി എന്താ എഴുതേണ്ടത്? 4 ക്ലോറോഫിനൈൽ അല്ലെ? ഈ ഫിനൈലിന്റെ 4ാമത്തെ പൊസിഷനിൽ ക്ലോറിൻ ഉണ്ട്. സോ നമ്മൾ എന്ത് എഴുതി? 4 ക്ലോറോഫിനൈൽ എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ വരിക? മെത്തോക്സി അല്ലേ? അല്ലെ? 4 ക്ലോറോഫിനൈൽ മെത്തോക്സി. ഈ മെത്തോക്സി എന്ന് എഴുതി, മെത്തോക്സി. ഓക്കെ, 2,4 ഡൈക്ലോറോഫിനൈൽ. എന്താണ്? 2,4 ഡൈക്ലോറോഫിനൈൽ. നമ്മളിവിടെ ഒരു 2 കൂടെ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈഥൈലിന്റെ സെക്കൻഡ് കാർബണിലേക്ക് അല്ലേ? അതുകൊണ്ട് നമ്മളിവിടെ 2 എന്ന് എഴുതിയത്. ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? 2ലേക്ക് ആയതുകൊണ്ട്, 2ാമത്തെ കാർബണിലേക്ക് ആയതുകൊണ്ട് 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2,4 ഡൈക്ലോറോഫിനൈൽ എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ? ഇത് നമ്മൾ എഴുതിയില്ലല്ലോ, ഈഥൈൽ എഴുതണ്ടേ? അപ്പൊ നമുക്ക് ഇവിടെ ഈഥൈൽ എന്ന് എഴുതാം. 1H ഇമിഡസോൾ. 1H എന്ന് പറയാൻ കാരണം ഇവിടെ ഹൈഡ്രജൻ ഇല്ലല്ലോ. നമുക്ക് ഇമിഡസോളിന്റെ സ്ട്രക്ചർ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാ? N H എന്ന് എഴുതൂല ഇവിടെ ബോണ്ട് വന്നിട്ട്. അപ്പൊ അവിടെ 1H ഇല്ല, ആ ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ 1H ഇമിഡസോൾ എന്ന് എഴുതും. ഓക്കെ, സോ IUPAC നെയിം എങ്ങനെയാ വരിക എന്ന് മനസ്സിലായില്ലേ? ഈസി അല്ലേ നെയിം? ഒന്നുമില്ല, നമ്മൾ ഈ സ്ട്രക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് ഈ നെയിം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ യൂസ് എന്താണ്? ടീനിയ ഇൻഫെക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീനിയ ഇൻഫെക്ഷനും അതേപോലെ കാൻഡിഡിയാസിന്റെ കേസിലാണ് ഈ ഒരു ഡ്രഗ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടെ ഒന്ന് സ്ട്രക്ചർ പറഞ്ഞുതരാം ആദ്യമേ. അപ്പൊ ഇതാണ് ഈ കൊണസോൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രഗ് നോക്കാം. ദാറ്റ് ഈസ് ബ്യൂട്ടാകൊണസോൾ. ഓക്കെ, എന്താണ്? ബ്യൂട്ടാകൊണസോൾ. അപ്പൊ ഇതിലും നമ്മൾ 2 കാര്യം മനസ്സിലാക്കുക. എന്താണ്? ഒരു അസോൾ റിംഗ് വേണം, ഒരു ബ്യൂട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ബ്യൂട്ടൈൻ ആണ് വരുന്നത്. 4 കാർബൺ വരുന്ന ഒരു കോമ്പൗണ്ട് അതിൽ വരുന്നുണ്ട് അല്ലെ? ഇവിടെ ഈക്കോണസോൾ ആണെങ്കിൽ എന്തായിരുന്നു? ഒരു അസോളും വരുന്നുണ്ട്, ഒരു ഈഥൈൽ ഗ്രൂപ്പും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടെ അസോളും വരുന്നുണ്ട്, ഒരു ബ്യൂട്ടൈനും വരുന്നുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമിഡസോൾ വരയ്ക്കുക.
ഇവിടത്തെ പോലെ തന്നെ ഒരു ഇമിഡസോൾ വരയ്ക്കുക. എന്നിട്ട് ഇതാ ഇവിടെ എന്താ അറ്റാച്ച് ചെയ്തത്? ഒരു ബ്യൂട്ടീൻ അറ്റാച്ച് ചെയ്യുക. 1 2 3 4 ഇതല്ലേ ബ്യൂട്ടൈൻ, 4 കാർബൺ അല്ലെ. ഇവിടെ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുക, 4 കാർബൺ ഉള്ള. ഇനി ഇതിലേക്ക് ഇതാ ഇതേപോലെ തന്നെ സ്ട്രക്ചർ ഏകദേശം ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഒരു 4 ക്ലോറോ ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുക. ഇവിടെ നോക്കൂ, 4 ക്ലോറോ ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബ്യൂട്ടൈലിന്റെ സെക്കൻഡ് കാർബണിലേക്ക് സൾഫർ ഗ്രൂപ്പ് തയോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഇവിടെ പറഞ്ഞ പോലെ തന്നെ 2 ക്ലോറിൻ വരുന്ന ഫിനൈലാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലോറിൻ വരുന്നത് 2ലും 6ലുമാണ് ക്ലോറിൻ വരുന്നത്. 2 6 ഡൈക്ലോറോ ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇതിനോട് കുറച്ച് റിലേറ്റഡ് ആണല്ലോ ഈ സ്ട്രക്ചർ ബ്യൂട്ടാകോണസോളിന്റെ കേസിൽ. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യം ഇമിഡസോൾ പറഞ്ഞു, അതിനുശേഷം ബ്യൂട്ടൈൽ വരയ്ക്കുക അല്ലെ, ബ്യൂട്ടൈൽ വരയ്ക്കുക, 4 കാർബൺ വരയ്ക്കുക. എന്നിട്ട് ഈ ബ്യൂട്ടൈലിന്റെ 4th പൊസിഷനിലേക്ക് എന്ത് വരിക? 4 ക്ലോറോ ഫിനൈൽ ഗ്രൂപ്പ് വരയ്ക്കുക. രണ്ടാമത്തതിലേക്ക് ഒരു തയോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുക. അതിനോട് ഒരു 2 6 ഡൈക്ലോറോ ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചു പോയാൽ മതി ഓരോ സ്ട്രക്ചറും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ IUPAC നെയിം എങ്ങനെയാ വരിക നോക്കാം അല്ലെ. സോ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നൈട്രജനിലേക്ക് അറ്റാച്ച്മെന്റ് വരും അല്ലെ. ഇമിഡസോളിന്റെ ഫസ്റ്റ് നൈട്രജനിലേക്ക് അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. സോ നമ്മള് എന്തെഴുതി? 1. എന്നിട്ട് അതിന് ശേഷം എന്താ വരുന്നത്? ഒരു ബ്യൂട്ടൈൽ വരുന്നുണ്ട് അല്ലെ. ഈ ബ്യൂട്ടൈലിന്റെ 4ാമത്തെ കാർബണിലേക്ക് അല്ലേ അറ്റാച്ച്മെന്റ് വരിക. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 4 എന്ന് എഴുതും. 4 ക്ലോറോ ഫിനൈൽ അല്ലെ. ഈ ബെൻസീന്റെ 4ാമത്തെ പൊസിഷനിലേക്ക് അല്ലേ ക്ലോറിൻ വന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 4 ക്ലോറോ ഫിനൈൽ. ഓക്കെ, 4 ക്ലോറോ ഫിനൈൽ എഴുതി. ഇനി ബ്യൂട്ടൈലിന്റെ സെക്കൻഡ് പൊസിഷനിലേക്കാണ് ഒരു അറ്റാച്ച്മെന്റും കൂടെ വരുന്നുണ്ട് അല്ലെ. സോ 2 എന്ന് എഴുതി. എന്താണ് അറ്റാച്ച്മെന്റ്? 2 6 2ലും 6ലും ഡൈക്ലോറോ ഫിനൈൽ. ഓക്കെ, 2 6 ഡൈക്ലോറോ ഫിനൈൽ. ഒരു തയോ കൂടെ വേണ്ടേ? ഒരു സൾഫറും കൂടെ ഇവിടെ വരുന്നില്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതി? തയോ എന്ന് എഴുതി. തയോ ബ്യൂട്ടൈൽ അല്ല, ബ്യൂട്ടൈൽ 4 കാർബൺ ഉണ്ട്. സോ ബ്യൂട്ടൈൽ. 1H ഇമിഡസോൾ. 1H ഇമിഡസോൾ. അപ്പൊ ഇതാണ് IUPAC നെയിം ഓഫ് ബ്യൂട്ടാകോണസോൾ. 1ാമത്തെ നൈട്രജനിലേക്ക് അറ്റാച്ച്മെന്റ് വരുന്നതുകൊണ്ട് നമ്മൾ ആദ്യം 1 എന്ന് എഴുതി. അതിനുശേഷം ബ്യൂട്ടൈൻ ആണ് വരുന്നത്. ആ ബ്യൂട്ടൈന്റെ 4ാമത്തെ പൊസിഷനിലേക്കാണ് അറ്റാച്ച്മെന്റ് വരിക. ഓക്കെ, അപ്പൊ 4 എന്ന് എഴുതിയിട്ട് പിന്നെ ഈ കാര്യം എഴുതുക അല്ലെ. എന്താണ്? 4 ക്ലോറോ ഫിനൈൽ. 4 ക്ലോറോ ഫിനൈൽ എന്ന് എഴുതി. ഈ ബ്യൂട്ടൈന്റെ സെക്കൻഡ് കാർബണിലേക്കാണ് ബാക്കി അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ 2 എന്ന് എഴുതി. അതിനുശേഷം എന്താണ് അറ്റാച്ച്മെന്റ്? 2 6 ഡൈക്ലോറോ ഫിനൈൽ. ഓക്കെ, 2 6 ഡൈക്ലോറോ ഫിനൈൽ എന്ന് എഴുതി. അതിനുശേഷം എന്താ ഇവിടെ ഒരു തയോ ഇല്ലേ, സൾഫർ ഗ്രൂപ്പ് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? തയോ എന്ന് എഴുതി. എന്നിട്ട് ഈ കാര്യം എഴുതുക, ബ്യൂട്ടൈൽ എന്ന് എഴുതി. ആൻഡ് ലാസ്റ്റ് 1H ഇമിഡസോൾ. ഇതാണ് ബ്യൂട്ടാകോണസോളിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി ഇതിന്റെ യൂസ് ആണെങ്കിലും കാൻഡിഡിയ ആൽബിക്കസിന്റെ കേസിലും വെജൈനൽ കാൻഡിഡിയാസിന്റെ കേസിലൊക്കെയാണ് നമ്മൾ ഈ ഡ്രഗ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും നമുക്ക് സ്ട്രക്ചർ റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ അത്ര വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്സികോണസോൾ ആണ്. ഓക്സികോണസോൾ നമുക്ക് ഈക്കോണസോൾ ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു ഇമിഡസോൾ റിംഗ് വേണം. ഓക്കെ, ഇമിഡസോൾ റിംഗ് വേണം. എന്നിട്ട് ഈ ഇമിഡസോളിന്റെ ഒരു എണ്ണിലേക്ക് ഈതൈലായിരുന്നു നേരത്തെ അറ്റാച്ച് ചെയ്തത് അല്ലെ. ഈക്കോണസോളിന്റെ കേസിൽ ഈതൈലായിരുന്നു അറ്റാച്ച് ചെയ്തത്. എന്നാൽ ഇവിടെ എത്തനോൺ ആണ് പ്രസന്റ് ആയിരിക്കാം. ഓക്കെ, എത്തനോൺ ഗ്രൂപ്പാണ് ഇവിടെ പ്രസന്റ് ആയിരിക്കുന്നത്. ഇനി ഈ എത്തനോട് അറ്റാച്ച് ആയിട്ട് ഒരു ഓക്സൈം ഉണ്ടായിരിക്കും. ഓക്സൈം എന്ന് പറഞ്ഞാല് ഡബിൾ ബോണ്ട് NOH. ഓക്കെ, ഡബിൾ ബോണ്ട് NOH വരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓക്സൈം എന്ന് പറയാം. ഈ ഓക്സൈമില് ഈ അവസാനത്തെ H ഇല്ലേ, ഈ Hന് പകരം ഇവിടെ CH2 ആണ് പ്രസന്റ് ആയിരിക്കാം. ഓക്കെ, ഡബിൾ ബോണ്ട് NOH ആണ്, അതിൽ Hന് പകരം CH2 ആണ് ഈ ഒരു കേസിൽ വരിക. ഓക്കെ, അപ്പൊ ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു കാർബണിലേക്ക് ഡൈക്ലോറോ ഫിനൈലും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഓക്സികോണസോളിന്റെ സ്ട്രക്ചർ. ആ പേര് നമുക്ക് മനസ്സിലായി. ഓക്സികോണസോൾ എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ ഓക്സൈം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഓക്സികോണസോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് IUPAC നെയിം നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് എത്തനോണിന്റെ കാര്യമാണ് പറയേണ്ടത്. ഓക്കെ, എത്തനോണിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് എന്താ വന്നിരിക്കുന്നത്? 2,4 ഡൈക്ലോറോ ഫിനൈൽ. ഓക്കെ, 2,4 ഡൈക്ലോറോ ഫിനൈൽ ആണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പൊസിഷനിലേക്ക് എന്താ വന്നത്? 1H ഇമിഡസോൾ 1 അല്ലെ. ഇമിഡസോൾ ആണ് രണ്ടാമത്തെ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ 1H ഇമിഡസോൾ 1 എത്തനോൺ. എന്നിട്ട് എത്തനോണിന്റെ കാര്യം എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്സൈമിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്സൈമിന്റെ ഓയിലേക്ക് എന്ത് അറ്റാച്ച്മെന്റാ വരുന്നത്?
2,4-ഡൈക്ലോറോഫിനൈൽ മീത്തൈൽ അല്ലെ, 2,4-ഡൈക്ലോറോഫിനൈൽ മീത്തൈൽ എന്നിട്ട് അവസാനം ഓക്സിം എന്ന് എഴുതുക. ഓക്കെ, അതാണ് IUPAC നെയിം. ആദ്യം നമ്മൾ എത്തനോളിന്റെ കാര്യം എഴുതുക. ഇവിടേക്ക് എത്തനോളിലേക്ക് എന്തൊക്കെ അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്? ഇവിടെ ഒരു ഫിനൈലിലേക്ക് 2 ക്ലോറിൻ വരുന്നുണ്ട്, ഇവിടെയാണെങ്കിൽ ഇമിഡസോൾ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓക്സൈമിന്റെ കാര്യം എഴുതുക. ഓക്കെ, അത്രേ ഉള്ളൂ IUPAC നെയിം. ഇനി ഇതിന്റെ യൂസ് ആണെങ്കിൽ ഇറ്റ് ഇസ് മെയിൻലി യൂസ് ഫോർ ടീനിയ ഇൻഫെക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ഡ്രഗ് മെയിൻലി യൂസ് ചെയ്യണത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രഗിലേക്ക് പോവാം. ടിയോകോണസോൾ. ഓക്കെ, ടിയോകോണസോൾ ആ പേര് നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു തയോഫിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ടിയോ അത് നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു തയോഫിൻ ഇവിടെ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ട്രക്ചറും നമുക്ക് ഈക്കോണസോൾ ആയിട്ട് റിലേറ്റ് ഇതിനെ പഠിക്കാം. ചെറിയ ചേഞ്ചസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഈക്കോണസോൾ പോലെ തന്നെ ആദ്യം ഇവിടെ ഒരു ഇമിഡസോൾ റിങ് വേണം. ഈ ഇമിഡസോളിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഈത്തൈൽ വേണം അല്ലെ, മറ്റേതുപോലെ തന്നെ ഒരു ഈത്തൈൽ വേണം ഇമിഡസോളോട് അറ്റാച്ച് ചെയ്തിട്ട്. ഇനി ആ ഈത്തൈലിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു മെത്തോക്സി ഗ്രൂപ്പ് വേണം. ഇനി മെത്തോക്സി ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഈക്കോണസോളിന്റെ കേസിൽ എന്തായിരുന്നു? ഒരു ക്ലോറോഫിനൈൽ ആയിരുന്നു. എന്നാൽ ഇവിടെ ക്ലോറോഫിനൈൽ അല്ല, ഒരു തയോഫിൻ ആണ് പ്രസന്റ് ആയിരിക്കുക. ഓക്കെ, എന്താണ് തയോഫിൻ? സൾഫർ വരുന്ന ഒരു 5 മെമ്പർ ഡ്രിങ്ക് ആണ് തയോഫിൻ. അപ്പൊ തയോഫിൻ ആണ് ഇവിടെ പ്രസന്റ് ആയിരിക്കുക. ഈ തയോഫിന്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് ഒരു ക്ലോറിൻ കൂടെ വരുന്നുണ്ട്. തയോഫിൻ ആണ് വരുന്നത്, അതിന്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് എന്തുണ്ട്? ഒരു ക്ലോറിൻ കൂടെ വരുന്നുണ്ട്. മെത്തോക്സി ഗ്രൂപ്പിലേക്കാണ് ഈ അറ്റാച്ച്മെന്റ് വരുന്നത്. അതാണ് ഇവിടുത്തെ ചേഞ്ച്. ഇവിടേക്കാണെങ്കിൽ നേരത്തെ പോലെ തന്നെ ഈക്കോണസോളിന്റെ കേസിലും അതേപോലെ തന്നെ 2,4-ഡൈക്ലോറോഫിനൈൽ ആണ് വരിക. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെ അല്ലെ. ഇവിടെ ഈ കാര്യം മാത്രമാണ് വ്യത്യാസം. എന്താണ്? തയോഫിൻ ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ IUPAC നെയിം നോക്കാം. സോ ഇവിടെ ഇമിഡസോളിനെ പാരന്റാക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇമിഡസോളിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്കാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. അവിടേക്ക് എന്താ വരിക? ഈതൈൽ അല്ലെ. ഇനി ഈതൈലിന്റെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് എന്ത് വരും? 2-chloro-3-thionyl. അതായത് തയോഫിന്റെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് ക്ലോറിൻ വരുന്നുണ്ട്, മൂന്നാമത്തെ പൊസിഷനിലേക്കാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. സോ നമ്മൾ എന്ത് എഴുതും? 3-thionyl. അതിനുശേഷം മെത്തോക്സി അല്ലെ, മെത്തോക്സി. എന്നിട്ടോ ഇനി ഈ ഈത്തൈലിന്റെ രണ്ടാമത്തതിലേക്ക് ഒരു അറ്റാച്ച്മെന്റും കൂടെ വരുന്നുണ്ട് അല്ലെ. ഏതാണ്? 2,4-ഡൈക്ലോറോഫിനൈൽ. ഓക്കെ, 2,4-ഡൈക്ലോറോഫിനൈൽ. പിന്നെ ഈ ഈത്തൈലിന്റെ കാര്യം എഴുതുക, ഈത്തൈൽ. ആൻഡ് ലാസ്റ്റ് 1H ഇമിഡസോൾ. 1H എഴുതാൻ കാരണം അവിടെ H ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1H ഇമിഡസോൾ എന്ന് എഴുതി. ഓക്കെ, സോ ഇതാണ് IUPAC നെയിം. ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ ഇമിഡസോളിന്റെ എന്നിലേക്കാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. സോ നമ്മൾ 1 എന്ന് എഴുതി. അതിലേക്ക് എന്താ അറ്റാച്ച്മെന്റ് വരുന്നത്? ഈത്തൈൽ ഗ്രൂപ്പ്. ഈത്തൈലിന്റെ എവിടെയാണ് അറ്റാച്ച്മെന്റ് വരുന്നത്? സെക്കൻഡ് പൊസിഷൻ അല്ലെ. അപ്പൊ നമ്മൾ ആ സെക്കൻഡ് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്ത് അറ്റാച്ച്മെന്റ് വരുന്നത്? 2-chloro-3-thionyl അല്ലെ, 2-chloro-3-thionyl മെത്തോക്സി. ഇനി ഒരു അറ്റാച്ച്മെന്റും കൂടെ വരുന്നുണ്ട്. എന്താണത്? 2,4-ഡൈക്ലോറോഫിനൈൽ. പിന്നെ ഈത്തൈലിന് എഴുതാ 1H ഇമിഡസോൾ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ യൂസ് ആണെങ്കിൽ ഇറ്റ് ഇസ് മെയിൻലി യൂസ് ഫോർ വെജൈനൽ കാൻഡിഡിയാസിസിനാണ് ഈ ഒരു ഡ്രഗ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രഗ് നോക്കാം. മിക്കോണസോൾ. സോ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക? ഇതും ഈക്കോണസോൾ ആയിട്ട് റിലേറ്റ് ചെയ്ത ഡ്രഗ് തന്നെയാണ്. അപ്പൊ എങ്ങനെയാ വരുന്നത് നോക്കാം അല്ലെ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് വരയ്ക്കുക? ഇമിഡസോൾ വരയ്ക്കുക. ഇവരൊക്കെ ഇമിഡസോൾ അണ്ടറിൽ വരുന്നല്ലേ, ഇമിഡസോൾ കണ്ടെയ്നിങ് ഡ്രഗ്സ് അല്ലേ ഇവരൊക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇമിഡസോൾ വരയ്ക്കാം. ഇനി ഇമിഡസോളിന്റെ ഫസ്റ്റ് നൈട്രജനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഈതൈൽ വരയ്ക്കുക. ഇതേപോലെ തന്നെ അല്ലെ, ഈതൈൽ വരയ്ക്കുക. അതിനുശേഷം ഒരു മെത്തോക്സി ഗ്രൂപ്പ് വരയ്ക്കുക. എന്നിട്ട് മെത്തോക്സി ഗ്രൂപ്പിനോട് കണക്ട് ചെയ്തിട്ട് 2 ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫീനൈൽ 2-4 അല്ലെ, 2ലേക്കും 4ലേക്കും 1, 2, 3, 4 അല്ലേ. അപ്പൊ 2ലേക്കും 4ലേക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ള ക്ലോറിൻ വരുന്ന ഒരു ഫിനൈൽ ഗ്രൂപ്പ് വരയ്ക്കുക. എന്താണ്? 2,4-ഡൈക്ലോറോഫിനൈൽ. അതേപോലെ തന്നെ ഈതൈലിന്റെ സെക്കൻഡ് കാർബണിലേക്കും 2,4-ഡൈക്ലോറോഫിനൈൽ. ഇത് ഈക്കോണസോൾ ആയിട്ട് റിലേറ്റ് ചെയ്ത ഡ്രഗ് അല്ലേ. ഈക്കോണസോളിന്റെ കേസിൽ എന്തായിരുന്നു? ഈ 2-ല് ക്ലോറിൻ ഉണ്ടായിരുന്നില്ല, 4-ല് മാത്രമായിരുന്നു ക്ലോറിൻ ഉണ്ടായിരുന്നത് ഈക്കോണസോളിന്റെ കേസിൽ. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഡ്രഗും മിക്കോണസോളും ഈക്കോണസോളും തമ്മിൽ. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെ. ഈക്കോണസോളിന്റെ കേസിൽ ഇവിടെ ക്ലോറിൻ ഉണ്ടായിരുന്നില്ല, മിക്കോണസോളിന്റെ കേസിൽ 2-ലും ക്ലോറിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ നമുക്ക് ഇതിന്റെ IUPAC നെയിം നോക്കാം. ഇമിഡസോളിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്കാണ് അറ്റാച്ച്മെന്റ് വരിക. സോ നമ്മൾ 1 എന്ന് എഴുതി. ഇനി 2 ഈ ഈത്തൈലിന്റെ സെക്കൻഡ് കാർബണിലേക്ക് അല്ലെ, 1, 2 എന്ന് എഴുതി. സെക്കൻഡ് കാർബണിലേക്ക് എന്ത് വരും? സെക്കൻഡ് കാർബണിലേക്കാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ 2 എന്ന് എഴുതി. എന്തൊക്കെയാണ് വരുന്നത്? 2,4-ഡൈക്ലോറോഫിനൈൽ വരുന്നുണ്ട് അല്ലെ, 2,4-ഡൈക്ലോറോഫിനൈലിന് അത് എഴുതി. അതിനുശേഷം
2 ഒരു പ്രാവശ്യം കൂടെ എഴുതി, കാരണം 2 അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് അല്ലെ. അപ്പം 2 എഴുതി. ഇനി എന്താണ് 2,4-ഡൈക്ലോറോഫിനൈൽ തന്നെ അതിനോട് ഒരു മെത്തോക്സി ഗ്രൂപ്പും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ 2,4-ഡൈക്ലോറോഫിനൈൽ മെത്തോക്സി എന്ന് എഴുതി. അതിനുശേഷം ഈഥൈൽ എന്ന് എഴുതി, ഈഥൈൽ അല്ലെ, ഈഥൈൽ എന്ന് എഴുതി. ഇവിടെ ഈഥൈൽ ഉണ്ട്, സോ ഈഥൈൽ എന്ന് എഴുതി. ആൻഡ് ലാസ്റ്റ് 1H ഇമിഡസോൾ. ഇതാണ് മിക്കോണസോളിന്റെ IUPAC നെയിം. ഇനി നമുക്ക് ഇതിന്റെ സിന്തസിസും കൂടെ നോക്കാനുണ്ട്, അപ്പൊ അതും കൂടെ നമുക്ക് ഒന്ന് നോക്കാം അല്ലെ. സോ സിന്തസിസിന് വേണ്ട ഫസ്റ്റ് കോമ്പൗണ്ട് എന്താണ്? 2,4-ഡൈക്ലോറോ അസറ്റോഫിനോൺ. ഓക്കെ, അസറ്റോഫിനോൺ ഒരു ബെൻസീന്, അതിലേക്ക് C ഡബിൾ ബോണ്ടോ CH3, അതിനാണ് നമ്മൾ അസറ്റോഫിനോൺ എന്ന് പറയാം. അപ്പം ഇതിന്റെ രണ്ടാമത്തെയും നാലാമത്തെ പൊസിഷനിലേക്ക് ഒരു ക്ലോറിൻ വേണമെന്നാ പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ പൊസിഷൻ ഏതാണ്? ഇതല്ലേ, നാലാമത്തത് ഇത്. അപ്പൊ രണ്ടാമത്തതിലേക്കും നാലാമത്തതിലേക്കും ക്ലോറിൻ വരുന്ന ഒരു അസറ്റോഫിനോൺ. ഈ 2,4-ഡൈക്ലോറോ അസറ്റോഫിനോണിന് നമ്മൾ ബ്രോമിനേഷൻ നടത്തുകയാണ്. ഓക്കെ, ബ്രോമിനേഷൻ നടത്തുകയാണ്. സോ ഈ ബ്രോമിനേഷൻ നടത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ മീത്തൈൽ ഇല്ലേ, അവസാനത്തെ ഈ മീത്തൈലിന് ഒരു H റിമൂവ് ആവും, H പോവും. ഇവിടുന്ന് ഒരു H റിമൂവ് ആയി ആൻഡ് ബ്രോമിന്റെ ഒരു Br കൂടെ പോയി. അപ്പൊ എന്തായിട്ട് പോയി? HBr ആയിട്ട് പുറത്തേക്ക് പോയി. ഓക്കെ, CH3ന്റെ ഒരു H പോയി, നമുക്ക് Br2 അല്ലുള്ളത്, 2 Br ഉണ്ട് അല്ലെ. അപ്പം ഒരു Br ഈ Hന്റെ കൂടെ പോയി. അപ്പൊ എന്താ? -HBr ആയിട്ട് പുറത്തേക്ക് പോയി. ഇനി ഒരു Br കൂടെ ഇല്ലേ, 2 Br ഇല്ലേ ഇവിടെ, അപ്പൊ ഒരു Br കൂടെ ഉണ്ട് അല്ലെ. ആ Br ഈ CH3ന്റെ ഇവിടുന്ന് ഒരാൾ പോയല്ലോ, അപ്പൊ അയാളെ സ്ഥാനത്തേക്ക് ഈ Br ഇവിടെ എത്തും. ഇവിടുന്ന് ഒരാൾ പോയ ഒഴിവ് ഇവിടെ ഉണ്ട്, അപ്പൊ ആ ഒഴിവ് നികത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഈ Br പോയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. അതാണ് രണ്ടാമത്തെ കാണിച്ചിരിക്കുന്നത് അല്ലെ. C ഡബിൾ ബോണ്ടോ CH2Br അല്ലെ. ഈ CH3ക്ക് പകരം ഇവിടെ CH2Br വന്ന് ഒരു ബ്രോമിനേറ്റഡ് കോമ്പൗണ്ട് കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ ഇമിഡസോൾ ആഡ് ചെയ്യാം. നമ്മുടെ മിക്കോണസോളിന്റെ സ്ട്രക്ചറിൽ ഇമിഡസോൾ ഇല്ലേ, നമുക്ക് ഇമിഡസോൾ എന്തായാലും വേണ്ടേ. അപ്പോൾ ഒരു ഇമിഡസോൾ ആഡ് ചെയ്തു. അപ്പൊ ഇമിഡസോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇമിഡസോളിന്റെ ഈ Hഉം ഈ Br കൂടെ റിമൂവ് ആവും. ഓക്കെ, HBr ആയിട്ട് വീണ്ടും അത് റിമൂവ് ആവും അല്ലെ. Hഉം പോയി Br പോയി. അപ്പൊ ഇമിഡസോൾ എവിടെയാണ് അറ്റാച്ച് ചെയ്യുക? ഇമിഡസോൾ വന്നിട്ട് ഈ CH2ലേക്ക് അറ്റാച്ച് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ ഇമിഡസോൾ CH2CO, ബെൻസീന് 2 ക്ലോറിന്. ഓക്കെ, മനസ്സിലായില്ലേ? ഈ Br-ഉം ഈ Hഉം കൂടെ പോവും, ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത കോമ്പൗണ്ട്. ഇനി അതിനുശേഷം നമ്മൾ NaBH4, അതായത് ഇവിടെ റിഡക്ഷൻ നടത്തുക. ഓക്കെ, റിഡക്ഷൻ ആണ് നടത്തുന്നത്. അപ്പൊ ഇതൊരു കീറ്റോൺ അല്ലേ, C ഡബിൾ ബോണ്ട് O വരുന്നത്. C ഡബിൾ ബോണ്ട് O വരുന്ന കോമ്പൗണ്ടിൽ നമ്മൾ കീറ്റോൺ എന്ന് പറയാ. അപ്പൊ കീറ്റോൺ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കീറ്റോൺ അണ്ടർഗോ റിഡക്ഷൻ, എന്താ നമുക്ക് കിട്ടുക? സെക്കൻഡറി ആൽക്കഹോൾ. ഇത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യല്ലേ. കീറ്റോണ് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? സെക്കൻഡറി ആൽക്കഹോൾ ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മളിതാ ഈ കീറ്റോൺ റിഡക്ഷൻ നടത്തി, NaBH4 വെച്ചിട്ട് നമ്മൾ കീറ്റോണിന്റെ റിഡക്ഷൻ നടത്തി. അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ ഇവിടെ എന്താവും? ഈ C ഡബിൾ ബോണ്ട് ഓക്ക് പകരം എന്താവും? ഇവിടെ COH ആയിട്ട് മാറും അല്ലെ, ഒരു ആൽക്കഹോൾ ആയിട്ട് മാറും, COH ആയിട്ട് മാറും. CHOH. ഓക്കെ, ഒരു ആൽക്കഹോൾ ആയിട്ട് മാറി. ബാക്കി ഇതേപോലെ തന്നെ. ഇതിലേക്ക് നമ്മൾ 2,4-ഡൈക്ലോറോ ബെൻസൈൽ ക്ലോറൈഡ്, രണ്ടാമത്തെയും നാലാമത്തെയും പൊസിഷനിലേക്ക് ക്ലോറിൻ, ഒരു ബെൻസൈൽ ക്ലോറൈഡ്. ബെൻസൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബെൻസൈൻ വിത്ത് മീഥൈൽ അല്ലേ ബെൻസൈൽ ക്ലോറൈഡ്. അത് വിത്ത് സോഡിയം, ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ആണ് ഈ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് വാട്ട്? മിക്കോണസോൾ. അങ്ങനെ ഇതിന്നാണ് നമുക്ക് മിക്കോണസോൾ കിട്ടുന്നത്. മനസ്സിലായോ സിന്തസിസ്? അപ്പൊ ഫസ്റ്റ് കോമ്പൗണ്ട് എന്താണ്? 2,4-ഡൈക്ലോറോ അസറ്റോഫിനോൺ. 2,4-ഡൈക്ലോറോ അസറ്റോഫിനോൺ. രണ്ടാമത്തെയും നാലാമത്തെയും പൊസിഷനിലേക്ക് ക്ലോറിൻ വരുന്ന അസറ്റോഫിനോൺ. അസറ്റോഫിനോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബെൻസീൻ വിത്ത് C ഡബിൾ ബോണ്ടോ CH3, അതാണ് അസറ്റോഫിനോൺ. ഓക്കെ അല്ലേ. ഇനി ഈ അസറ്റോഫിനോണിലേക്ക് നമ്മൾ ബ്രോമിനേഷൻ നടത്തുകയാണ്. എന്താണ്? ബ്രോമിനേഷൻ നടത്തുക. സോ ബ്രോമിനേഷൻ നടത്തുന്ന സമയത്ത് ഈ അസറ്റോഫിനോണിന്റെ അവസാനം വരുന്ന ഈ CH3 ഇല്ലേ, ഈ CH3ന്ന് ഒരു H റിമൂവ് ആയി, ഈ ബ്രോമിന്റെ ഒരു Br-ഉം പോയി, HBr-ഉം കൂടെ കമ്പനി അടിച്ച് പുറത്തേക്ക് പോയി. ഓക്കെ, ഇനി ഒരു Br-ഉം കൂടെ ഇവിടെ ബാക്കിയുണ്ട് അല്ലെ, 2 Br ഉണ്ടായിരിക്കുക. അപ്പൊ ഒരു Br-ഉം കൂടെ ബാക്കിയുണ്ട്. ആ Br ഇവിടെ വന്നിട്ട് ഈ H പോയ സ്ഥാനത്തേക്ക് ആ Br വന്നിട്ട് അറ്റാച്ച് ആവും. അപ്പൊ നമുക്ക് അടുത്ത സ്ട്രക്ചറിൽ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ, C ഡബിൾ ബോണ്ടോ CH2Br. ഇനി അതിലേക്ക് ഒരു ഇമിഡസോൾ അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഇമിഡസോൾ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇമിഡസോളിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇമിഡസോളിന്റെ ഒരു H ഉണ്ട്, ഈ Br ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ കമ്പനി അടിച്ച് അതും പുറത്തേക്ക് പോയി.
ഓക്കെ, അപ്പൊ HBr റിമൂവ് ആയി. ഇനി ഇമിഡസോൾ വന്നിട്ട് ഈ ഒരു പോർഷനിൽ അറ്റാച്ച് ചെയ്യും. അതാണ് അടുത്ത സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുക? ഇവരുടെ റിഡക്ഷൻ സംഭവിക്കും. NaBH4ന്റെ പ്രസൻസിൽ റിഡക്ഷൻ സംഭവിക്കും. അപ്പൊ നമുക്കറിയാം കീറ്റോൺ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോൺ അണ്ടർഗോ റിഡക്ഷൻ വിച്ച് വിൽ പ്രൊഡ്യൂസ് വാട്ട്? സെക്കൻഡറി ആൽക്കഹോൾ അല്ലെ. കീറ്റോൺ റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവർ സെക്കൻഡറി ആൽക്കഹോളാ തരിക. അപ്പോൾ ഈ കീറ്റോൺ റിഡക്ഷൻ സംഭവിച്ചു. ആസ് എ റിസൾട്ട് ദേ വിൽ പ്രൊഡ്യൂസ് സെക്കൻഡറി ആൽക്കഹോൾ കിട്ടി. ഇനി ഈ സെക്കൻഡറി ആൽക്കഹോളിലേക്ക് നമ്മൾ 2,4-ഡൈക്ലോറോബെൻസൈൽ ക്ലോറൈഡ് ആഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം. 2,4-ഡൈക്ലോറോഫിനൈൽ ഗ്രൂപ്പ് വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. ആസ് എ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടി? മിക്കണസോൾ കിട്ടി. ഇതാണ് മിക്കണോസോളിന്റെ സിന്തസിസ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് എന്താണ്? 2,4-ഡൈക്ലോറോ അസെറ്റോഫീനോൺ. ഓക്കെ അല്ലേ? സോ സിന്തസിസും കൂടെ ഈ ഡ്രഗിൽ നോക്കി വെക്കാം.